നന്ദേട്ടാ, ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത, അത് കുറച്ച് ദിവസമായി മലയാളത്തെ ഇങ്ങനെ മതിക്കാൻ തുടങ്ങിയിട്ട്, അത് കശുവണ്ടി കോർപ്പറേഷനിലെ ഒരു അഴിമതിയാണ്. കോടികളുടെ അഴിമതി എന്നാണ് പറയുന്നത്. ശരിയായ എമൗണ്ട് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. 2006 മുതൽ 15 വരെയാണ്, ഏതാണ്ട് 20 കൊല്ലം മുമ്പെങ്കിലും തുടങ്ങിയ അഴിമതിയാണ്. 2006 മുതൽ 15 വരെ കോർപ്പറേഷൻ ഭരിച്ചിരുന്ന അതിൻ്റെ ചെയർമാൻ ആർ ചന്ദ്രശേഖർ, INTUC നേതാവും കോൺഗ്രസ് നേതാവുമാണ്. അന്നത്തെ MD ഒരു രതീഷ് എന്ന് വെച്ചാൽ UDF ഭരണകാലത്ത് നിയമിച്ച കോൺഗ്രസിൻ്റെ ഭരണസമിതിയാണ്. അവർ കാണിച്ച അഴിമതി പുറത്തു വന്നത് 2015 2015 ആ കേസ് CBI ഏറ്റെടുക്കണമെന്ന് സമ്മർദ്ദം വന്നു. 2016 ആയപ്പോഴേക്ക് പിണറായി വിജയൻ വന്നു. വലിയ ആവേശത്തിൽ അത് CBIക്ക് വിട്ടു. CBI 2020 ആയപ്പോൾ കൃത്യമായി കണ്ടെത്തി ഇത് കോടികളുടെ അഴിമതിയാണെന്ന്. മാത്രമല്ല, കുറ്റപത്രം സമർപ്പിച്ചു. അവർ പ്രോസിക്യൂഷൻ നടപടി ആക്കി അനുമതി ചോദിച്ചു. പക്ഷേ 2021 അതെ 2020 തൊട്ട് 2020-21 തൊട്ട് ഈ പ്രോസിക്യൂഷൻ അനുമതി ഇങ്ങനെ നിഷേധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അന്ന് ഒരിക്കൽ പിന്നെ കാത്തിരുന്ന് ഇപ്പോൾ ഈ കൊല്ലം അവർ 2 തവണ ആവശ്യപ്പെട്ടു. ഈ 2025 ഓഗസ്റ്റിലും ഒക്ടോബറിലും ആവശ്യപ്പെട്ടു. 2 തവണ നിരസിക്കാൻ. 3 തവണ തുടർച്ചയായി പ്രോസിക്യൂഷൻ അനുമതി നിഷേധിക്കപ്പെട്ടപ്പോഴാണ് അത് വാർത്തയാകുന്നത്. ഇതിൽ ഉയരുന്നൊരു അത്ഭുതകരമായ കാര്യം, പിണറായി വിജയനാണ് ഇത് തടയുന്നത്. ആരെയാണ് രക്ഷിക്കുന്നത്? പേര് കേട്ട കോൺഗ്രസ് നേതാക്കളെയാണ്. കൊടിയ അഴിമതിയാണ്. അപ്പോൾ ഇവരൊക്കെ തമ്മിൽ നമ്മൾ പരസ്പരം ശത്രുക്കളെ പോലെ തെരുവിൽ നിന്ന് ആളുകളെ പറ്റിക്കുമ്പോൾ യഥാർത്ഥ കുറ്റവാളികളെ രക്ഷപ്പെടുത്തുന്നതിലുള്ള ഈ നെക്സസ്, വിഖ്യാതമായൊരു വാക്കുണ്ടല്ലോ, നെക്സസ്, നൊട്ടോറിയസ് പൊളിറ്റിക്കൽ നെക്സസ്, അത് എന്താണ്? ആ നെക്സസ് നമ്മൾ വിശ്വസിച്ചതിനേക്കാളൊക്കെ അപ്പുറത്ത് സത്യമാണെന്നാണോ ഇപ്പോൾ നമ്മൾ കരുതേണ്ടത്? അല്ല, കേരളത്തിൽ ഇങ്ങനെ അത് തന്നെയാണ് സത്യം. കാരണം കേരളത്തിൽ ഇപ്പോൾ നമ്മൾ ഏത് പ്രസ്ഥാനം, നമ്മളത് വേറെ ആയിരുന്നു ആലോചിച്ചു നോക്കൂ. അഴിമതി നടത്തിയതിനെ നമ്മൾ തമിഴ്നാട്ടിലെ ജയലളിതയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോലീസ്. കരുണാനിധി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കരുണാനിധി പിന്നെ നല്ല രാഷ്ട്രീയക്കാരൻ്റെ പേരിൽ കാപ്പാത്തുങ്കോ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ബഹളമൊക്കെ കൂട്ടിയിട്ട് അവസാനം ഒരു വലിയ രക്ഷയൊക്കെ ഉള്ളി മാറ്റി. അതേപോലെ തന്നെ യെദ്യൂരപ്പ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കർണാടകയിൽ. കേന്ദ്രത്തിൽ ഹോം മിനിസ്റ്റർ ആയിട്ടുള്ള ചിദംബരത്തിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കേരളത്തിൽ ആരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്? കേരളത്തിൽ K കരുണാകരൻ്റെ അഴിമതിയുടെ അവതാരമായിരുന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. K കരുണാകരൻ. ബാക്കി EMSന്റെ കാലത്തുണ്ടായിരുന്ന KC ജോർജിൻ്റെ അരികുംഭോണ കേസ്, അഴിമതിയുടെ 57 ആദ്യത്തെ അരികുംഭോണ കേസ്, അതാണ്. അത് തുടങ്ങിയിട്ട് പിന്നെ ഒരു പരമ്പരയാണ് അഴിമതിയുടെ. അത് KC ജോർജിന് അവസാനം മക്രോണി ജോർജ് എന്നൊക്കെ പറഞ്ഞിട്ട് EMS ചില പേരെ കിട്ടുമെങ്കിലും ഈ പറയുന്ന അഴിമതിയുടെ തുടക്കം കുറിക്കുന്ന ആ കാലത്താണ്. അതിനുശേഷം നിരവധി അഴിമതി ഉണ്ടായിട്ടുണ്ട്. കാരണം അന്നത്തെ അഴിമതി വളരെ രസമാണ്. 57 അരികുംഭോണത്തിന്റെ ഉണ്ടാകുന്നത് അന്നത്തെ വിലയേക്കാളും ₹1.65 വെച്ചിട്ട് 1 കിലോ അരി വെച്ചിട്ട് 5000 ടൺ അരിയാണ് കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത്. അതിന് ഒരു അന്വേഷണ കമ്മീഷനൊക്കെ വെച്ചു. ഒരു പിൽക്കാലത്ത് ജഡ്ജായിട്ടുള്ള PT രാമൻ നായർ. TN പിന്നെ ആകെ ഒരു ഗുണം കിട്ടിയത് പിന്നെ കേരള സർക്കാരിന്റെ പിന്തുണയോടെ കൊണ്ട് അയാളെ ഹൈക്കോടതി ജഡ്ജായി എന്നുള്ളതാണ്. അയാൾ പിന്നെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് റിട്ടയർ ചെയ്തു. അയാളാണ് പിന്നെ പിൽക്കാലത്ത് നമ്മുടെ ഇദ്ദേഹത്തിന്റെ കേസ്, നമ്മുടെ ഒരു പള്ളിയിൽ അച്ഛന്റെ കേസൊക്കെ ഉണ്ടായിരുന്നല്ലോ, ആ കേസിനകത്ത് വിധി പറയുന്ന ഈ പറയുന്ന രാമൻ നായരാണ്. രാമൻ നായരുടെ പേരിലാണ് ഇവിടെ തൃക്കാക്കരയിൽ ജഡ്ജി മുക്കുള്ളത്. ജഡ്ജി മുക്ക് അയാൾ വീടിരിക്കുന്ന ഭാഗത്താണ്. ഒരു കൊടിയ അഴിമതിക്കാരനാണ് ഇയാൾ. എന്ത് ജഡ്ജായിരുന്നു എന്നൊക്കെ പറഞ്ഞാലും അഴിമതിക്കാരൻ തന്നെയാണ്. ഇത് കേരളമായതിന്റെ പേരിൽ കേരളത്തിൽ ഈ അഴിമതിയെല്ലാം സർവത്ര മൂടി വയ്ക്കാനായിട്ട് ആർക്കും മടിയൊന്നുമില്ല. ഇത് മറ്റ് സംസ്ഥാനങ്ങളായിരുന്നെങ്കിൽ ഇവര് വല്ല ശിക്ഷിക്കപ്പെട്ടു. കേരളത്തില് ശിക്ഷിക്കപ്പെട്ട ഏക ആൾ R ബാലകൃഷ്ണപിള്ളയാണ്. അതും അഴിമതി കേസല്ല, അഴിമതി കേസിലും കൂടി ശിക്ഷിക്കപ്പെട്ടു. ഇടമലയാർ കേസില്. കൂടാതെ അയാളെ ആദ്യം പോലീസ് അറസ്റ്റ് ചെയ്ത് പഞ്ചാബ് മോഡലിന്റെ പേരിലാണ്. ഇങ്ങനെയൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള കാരണം അയാള് ബാലകൃഷ്ണപിള്ളയ്ക്ക് കൃത്യമായിട്ട് സമുദായത്തിന്റെ പിന്തുണയില്ല. NSSന്റെ ഡയറക്ടർ ആയിരുന്ന സമയത്ത് NSS ആയിട്ട് ഉടക്കാം. അതെ, എല്ലാവരും ഉടക്കാണല്ലോ. ഇയാൾ സർവത്രമായ ആളുകളായിട്ട് ഉടക്കാണ്. അങ്ങനെ ഉടക്കി ഇയാൾ NSS ആയിട്ട് ഉടക്കിയതിന്റെ പേരിലും കൂടിയാണ് ഇയാൾക്കെതിരായിട്ട് കേസ് വന്നു. ഏതാനും മാസമെങ്കിലും കിടന്നു. അത് VSന്റെ ഒരു ശ്രമം കൂടിയാണ്. പക്ഷെ VSന്റെ ശ്രമം കൂടിയാണെന്നുണ്ടെങ്കിൽ വാസ്തവത്തില് കമ്മ്യൂണിസ്റ്റുകാരായിരിക്കുന്ന ആരും കുടുങ്ങിയിട്ടില്ലല്ലോ. പിണറായി വിജയൻ കുടുങ്ങിയിട്ടില്ലല്ലോ. കമ്മ്യൂണിസ്റ്റുകാരുടെ KC ജോർജ് കുടുങ്ങിയിട്ടില്ലല്ലോ. എത്രയോ കമ്മ്യൂണിസ്റ്റ് B വില്ലിംഗ്ടൺ 967 മന്ത്രിസഭയില് ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു. അഴിമതിന് മറ്റൊരു അവതാരമായിരുന്നു ഇത്. ആ സമയത്ത് CPIയുടെ 2 പേർക്കെതിരെ ആരോപണം ഉന്നയിച്ചു. എം എൻ ഗോവിന്ദനാർക്കെതിരെ TV തോമസിനെതിരായിട്ടും അത് ഉന്നയിച്ചത് EMSും കൂട്ടരുമാണ്. ഒന്നും നടപടി ഉണ്ടായിട്ടില്ല. ഇത് കേരളമായതിന്റെ പേരിൽ, നമ്മൾ നമ്പർ 1 സംസ്ഥാനം ആയതിന്റെ പേരിൽ ഒന്നിലും നടപടി ഉണ്ടാവില്ല.
മറ്റ് സംസ്ഥാനങ്ങളിലായിരുന്നു ഈ പ്രശ്നം വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർക്കെതിരായിട്ട് വലിയ അന്വേഷണം നടക്കും. അന്വേഷണത്തിനകത്ത് കേസുകൾ തെളിയും. ഇതിന് കേരളത്തിൽ ഇതെല്ലാം മറച്ചു വെക്കുന്ന കാര്യത്തിൽ വലിയൊരു പങ്ക് വഹിക്കുന്നത് നമ്മുടെ ഉദ്യോഗസ്ഥ പ്രവൃത്തികളും കൂടിയാണ്. കാരണം നമ്മളിപ്പോൾ ചന്ദ്രശേഖരൻ്റെ കേസ് പറഞ്ഞ്, ചന്ദ്രശേഖരൻ്റെ കേസിന്റെ പഴക്കം 20 കൊല്ലത്തെ പഴക്കമുണ്ട്, 19 കൊല്ലം 20 കൊല്ലത്തെ പഴക്കമുണ്ട്. അങ്ങനെ നിരന്തരമായിട്ട് ചന്ദ്രശേഖരൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ചന്ദ്രശേഖരൻ ഇടയ്ക്കിടയ്ക്ക് പുരോഗമനവാദിയാവും. ഇടയ്ക്ക് CIT സമ്മേളനത്തിൽ കയറി പ്രസംഗിക്കാൻ വേണ്ടി പോകും. പിണറായി വിജയനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കും, എന്നിട്ട് വലിയ നമസ്കാരം കൊടുക്കും. അപ്പോൾ ആളുകൾ പറയും ചന്ദ്രശേഖരൻ വളരെ ഉദാരനാണ്, സത്യസന്ധനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗിക്കും. അവസാനം ചന്ദ്രശേഖരൻ്റെ കയ്യിലിരിപ്പതാണ്. അങ്ങനെയുള്ള ചന്ദ്രശേഖരനെതിരായിട്ട് പ്രോസിക്യൂഷൻ നടപടിക്ക് അനുവാദം കൊടുത്തില്ല എന്നുള്ള മറ്റൊരു അഴിമതിയാണ് പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണാവോ ഇതിന്റെ അന്തർധാര എന്താ? അവരുടെ ഈ പരസ്പരമുള്ള താല്പര്യം എന്താ ഈ രക്ഷപ്പെടുന്നതിന്റെ? ഈ പരസ്പരമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന്, കേരളത്തിൽ കൃത്യമായിട്ട് ഒരു സാധനത്തിന് കേസ് ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ ലാവലിംഗ് കേസ് ഉണ്ട്. ഈ ലാവലിംഗ് കേസ് വിധി വരത്തക്ക രീതിയിൽ ഒരു കേസും ഇല്ലാത്ത രീതിയിലാണ് അതിന്റെ മുന്നോട്ടുള്ള പോക്ക്. പക്ഷെ അത് CBI കോടതി ഇങ്ങനെ മാറ്റിവെക്കല്ലേ? മാറ്റിവെക്കുകയാണത്. അത് CBI കോടതി മാറ്റിവെക്കുന്നു, വേറെ ചിലരുടെ അസൂര്യം കൊണ്ട് മാറ്റിവെക്കുന്നു. ഏതാണെങ്കിലും കൃത്യമായിട്ട് തെളിവ് 38 തവണ 38 തവണ മാറ്റിവെച്ചു. അല്ല, ഇതിനൊക്കെ കൃത്യമായിട്ട് തെളിവുണ്ടോ എന്നുള്ളതാണ് പലപ്പോഴും പ്രശ്നം. ഈ തെളിവുകൾ മുഴുവൻ നശിപ്പിച്ചതിന് ശേഷമാണ് പലപ്പോഴും ഇത്തരം പിടിക്കപ്പെടുന്നത്. അവരെ CBIയുടെക്ക് മുമ്പിലെത്തുക. കാരണം ഇവരെല്ലാം വളരെ വളരെ ശക്തരാണ്. ഇവരെ സംരക്ഷിക്കുന്ന വലിയൊരു ഉദ്യോഗസ്ഥ ലോബിയുണ്ട്, ഇവരെ വലിയൊരു രാഷ്ട്രീയ ലോബിയുണ്ട്, ഇവരുടെയൊക്കെ പിന്നിൽ വലിയൊരു മതത്തിന്റെ ലോബിയുണ്ട്. ഇവരെല്ലാം കൂടി ചേർന്ന് സങ്കരമാണ് ഈ സാധനം. ഈ പറയുന്ന സങ്കരത്തിന് ഇവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. കേരളത്തിന് ആകെ വേണമെങ്കിൽ മുച്ചൂട് മുടിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സങ്കരത്തിന് സാധിക്കും. അങ്ങനെ ഒരു നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഒരിക്കലും ചന്ദ്രശേഖരനിക്ക് പറയുന്ന കേസിൽ ശിക്ഷിക്കപ്പെടുന്ന എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ല. ഇപ്പൊ കോടതി ഇപ്പൊ എന്ത് പറഞ്ഞു എന്നിരിക്കട്ടെ, ഹൈക്കോടതി പറഞ്ഞു എന്നിരിക്കട്ടെ, ഹൈക്കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട് ഇടതുപക്ഷം, ഏതൊരു ജഡ്ജി പറഞ്ഞിട്ടെങ്ങനെ ഇടതുപക്ഷം വരുന്ന സമയത്ത് അഴിമതി ഉണ്ടാവില്ല എന്ന് അദ്ദേഹം ധരിച്ചു എന്നാണ്. അതെ, പക്ഷേ അദ്ദേഹത്തിന് ധാരണ ഉണ്ടാവും, പക്ഷെ എനിക്ക് ധാരണയില്ല കേട്ടോ. അല്ല, പ്രകടന പത്രികയൊക്കെ വായിച്ചാ പറയുന്നത്. അതെ, പ്രകടന പത്രിക വായിച്ചിട്ട് അഴിമതി ഉണ്ടാവില്ല എന്നൊരു ജഡ്ജി ധരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും ആ ജഡ്ജിയുടെ ഇത്തരം സാമൂഹ്യ ബോധത്തെ കുറിച്ചിട്ട് ബലമായ സംശയമാണ് എന്നെ പോലുള്ളവർക്ക് വരിക. കാര്യം ഇപ്പൊ കേരളത്തിലെ ഹൈക്കോടതിയിലെ ജഡ്ജിമാരെല്ലാവരും മാര്യന്മാരാണെന്നുള്ള അഭിപ്രായം എന്നെ സംബന്ധിച്ചില്ല. കാരണം അത്തരത്തിൽ കേരളത്തിലെ ജഡ്ജിയാണല്ലോ വാങ്ക് വിളിക്കുന്ന സമയത്ത് നമ്മുടെ സ്ഥാപനത്തിൽ വാങ്ക് വിളിക്കാം, മറ്റുള്ള ക്രിസ്ത്യാനി മുസ്ലിമും ഹിന്ദുവും അത് പാടില്ല എന്ന് പറഞ്ഞത് അത് ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിന്റെ അവസാനത്തെ വിധിയാണ്. ഇറങ്ങിപ്പോകുന്ന കാലത്താണ്. ഇങ്ങനെ കേരളത്തിലെ ഹൈക്കോടതിയിലെ ജഡ്ജിമാരും ഇത്തരത്തിൽ പല വിധികൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ വിധികൾ പലപ്പോഴും അവർ വിഷയങ്ങൾ പഠിച്ചിട്ടാണെന്നുള്ള അഭിപ്രായം എന്നെ സംബന്ധിച്ചില്ല. ഏതാണെങ്കിലും ഇത്തരം വിഷയങ്ങൾ കുറച്ചുകൂടി ഗൗരവമായിട്ടുള്ള, ഇപ്പൊ കശുവണ്ടി കോർപ്പറേഷനിൽ നടന്നിരിക്കുന്ന അഴിമതിയുടെ തിക്ത അനുഭവം പേർന്ന് പലപ്പോഴും അവിടുത്തെ കശുവണ്ടി തൊഴിലാളികളാണ്. ആയിരക്കണക്കിന് വരുന്ന കശുവണ്ടി തൊഴിലാളികൾ. ഒരു സമയത്ത് കൊല്ലം ജില്ലയുടെ ഏറ്റവും വലിയ വരുമാന മാർഗം കശുവണ്ടിയായിരുന്നു. ഇന്നിപ്പോ ആ സംഗതി ഇല്ലാണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് ഈ പറയുന്ന ചന്ദ്രശേഖരന് വലിയ പങ്കില്ലേ? ചന്ദ്രശേഖരനെ പോലെ പിണറായി സർക്കാരിന്റെ കാര്യത്തിൽ പങ്കില്ലേ? ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്ക് ഇത്തരം കാര്യങ്ങൾ പങ്കുണ്ട്. ഏകദേശം കശുവണ്ടി വ്യവസായം കേരളത്തിൽ നിന്ന് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഏകദേശം നശിച്ചുകൊണ്ടിരിക്കുകയാണത്. പക്ഷെ ഇതിലിപ്പോ കോടതി ഇടപെട്ടത് 3 തവണ പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ചപ്പോ ഒരാള് ഇത് ചൂണ്ടിക്കാണിച്ച് കോടതിയിൽ ചെന്നപ്പോഴാണ് കോടതിയുടെ നിരീക്ഷണം, എങ്ങനെയാണ് ഇടതുപക്ഷ മുന്നണി എന്തിനാണ് ഇങ്ങനെ ഇത്തരക്കാരെ സംരക്ഷിക്കുന്നത്? എതിർ പാർട്ടിയുടെ എന്ന് പറഞ്ഞില്ല, അത് അദ്ദേഹം പറയാതിരുന്നാണ്. പക്ഷേ നമുക്ക് മനസ്സിലാവാത്ത അതിനപ്പുറത്താണ്. സ്വന്തം പാർട്ടിക്കാരെ ആണെങ്കിൽ പിണറായി വിജയൻ രക്ഷിക്കുന്നത് എന്തിനാണെങ്കിലും നമുക്ക് മനസ്സിലാവും. ഇതിപ്പോൾ എതിർ പാർട്ടികളെ, അതും കീരിയും പാമ്പും പോലെ പരസ്പരം പൊരുതിക്കൊണ്ടിരിക്കുന്ന പാർട്ടികളെ, ശത്രുക്കളാണെന്ന് ആളുകൾ വിചാരിക്കുന്ന, തെരുവിൽ പരസ്പരം തല്ലുകൂടുന്ന പാർട്ടികളെ ഈ രക്ഷപ്പെട്ട മാഷ് അത് അവര് രണ്ടിനും 2 ചേരിയിലാണെന്ന് മാഷ് ധരിച്ചത് മാഷിന്റെ മിസ്റ്റേക്ക് അല്ലേ? അങ്ങനെയല്ലല്ലോ. ഇതെല്ലാം ഒരു പരസ്പര സഹായ സംഘങ്ങളല്ലേ? ഇതെല്ലാം അഴിമതിയുടെ കാര്യത്തിൽ ഇവരൊക്കെ ഒരു അമ്മയുടെ മക്കൾ തന്നെയാണ്. ഇവർക്ക് എല്ലാവർക്കും അഴിമതി നടത്തണം. അത് ചന്ദ്രശേഖരനെ നടത്തണം, പിണറായി വിജയനെ നടത്തണം, മറ്റുള്ള പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾക്ക് നടത്തണം, ഭരണകക്ഷിയിലിരിക്കുന്ന ആളുകൾക്ക് നടത്തണം. ഇവരെല്ലാവരും അഴിമതി നടത്തുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് ഒരാളുടെ അഴിമതി വരുന്ന സമയത്ത് അതിനെ മൂടി വെക്കത്തക്ക രീതിയിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് നല്ല ധാരണ അവർക്കുണ്ട്, നമ്മുടെ യൂണിയൻ ആൾക്കുണ്ടല്ലോ. അതെ. പക്ഷേ ഇത് പിണറായി വിജയന്റെ കൊള്ളരുതായ്മയാണ്. പക്ഷേ പിണറായി വിജയന്റെ കൊള്ളരുതായ്മക്കെതിരായിട്ട് നിരന്തരം ഒച്ചവെക്കുന്ന VD സതീശൻ ഒരു പത്രസമ്മേളനം പോലും ഒരു വരി പോലും ഇതിനെക്കുറിച്ച് പറഞ്ഞു അത് നടത്താൻ സാധ്യമല്ല. കാരണം അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനാണ് ഇക്കാര്യത്തിൽ അഴിമതിപ്പെട്ടിരിക്കുന്നത്.
അതുകൊണ്ട് വി ഡി സതീശനാണെങ്കിലും കോൺഗ്രസിന്റെ സംസ്ഥാന KPCCയുടെ അധ്യക്ഷനാണെങ്കിലും ആരാണ് അഴിമതി നടത്തിയെന്നുള്ളത് നല്ല ധാരണയുണ്ട്. ഈ ധാരണയുള്ളതിൻ്റെ പേരിൽ ഏറ്റവും പെട്ടെന്ന് സമരസപ്പെട്ടു പോകാവുന്ന സമീപനമാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ പിണറായി വിജയനായിട്ട് സമരസപ്പെടുന്നതിൻ്റെ ഭാഗം തന്നെയാണ് കശുവണ്ടി കോർപ്പറേഷനിലെ വിഷയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ്. അപ്പൊ അതിനകത്ത് ഈ കേസ് അവർ നീട്ടിക്കൊണ്ടുപോകും. ഇതിനായിട്ട് പ്രോസിക്യൂഷൻ അനുമതി അവർ കൊടുക്കൂല. കാരണം അവർക്ക് വളരെ ഉറപ്പുണ്ടല്ലോ. പണ്ട് CIT സമ്മേളനത്തിൽ കൂടിക്കേറിയ ആളാ ഈ പറയുന്ന K. ചന്ദ്രശേഖരൻ. അതെ, എന്നിട്ട് അദ്ദേഹത്തിനോട് പ്രസംഗിക്കാനുള്ള അവസരം കൊടുത്തിരുന്നു. ഇടക്കാലത്ത് അങ്ങനെ CIT ചേരുമെന്നുള്ള സംശയം വരെ വന്നതാ. CPM ചേരുമെന്നുള്ള സംശയം. കോൺഗ്രസിന്റെ വിലക്കുണ്ടായിട്ടും പോയി. വിലക്കുണ്ടായിട്ട് പോയ ആളാണ് അദ്ദേഹം. അപ്പൊ അങ്ങനെയുള്ള വലിയൊരു പാരമ്പര്യം ചന്ദ്രശേഖരനെ സംബന്ധിച്ചുകൊണ്ട് വല വീശിയിരിക്കുകയാണോ അവര്? വല വീശുന്ന ഇവിടെ ആരും വല വീശാം. ഇപ്പൊ അതിനകത്ത് ആരൊക്കെയാണ് പോണെന്നുള്ളവരും ആ പോകുന്ന ആൾക്ക് പോലും നിശ്ചയം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു വരുന്നവന് മിനിമം യോഗ്യത പോലും വേണമെന്നില്ല. ഒരു ആവശ്യമില്ല. ഏത് രാഷ്ട്രീയ പാർട്ടിയിലും ആർക്കും എപ്പോൾ വേണമെങ്കിലും പോകാവുന്ന രീതിയിലുള്ള ഒരു സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തെ സംബന്ധിച്ചുകൊണ്ട് ഇത് പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്തുന്നവരാണ്. അത് അഴിമതിയുടെ കാര്യത്തിൽ കൂടി സാർവത്രികവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ വേറെ അപകടം. ശരിക്കതാണ്. മറ്റു പല സംസ്ഥാനങ്ങളും നമ്മൾ നിരക്ഷരരാണെങ്കിലും അവിടുത്തെ ജനങ്ങൾ ഒരിക്കലും അഴിമതിയുടെ കാര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കാറില്ല, കോംപ്രമൈസ് ചെയ്യാറില്ല. പക്ഷെ നമ്മൾ നിർഭാഗ്യവശാൽ കേരളത്തെ സംബന്ധിച്ച് ചന്ദ്രശേഖരൻ എന്നല്ല, ഏത് ശേഖരൻ അഴിമതി നടത്തിയാലും ഈ അഴിമതിയൊന്നും അഴിമതിയല്ല എന്ന് പറയത്തക്ക രീതിയിലുള്ള കേരളത്തിന്റെ എല്ലാ സമസ്ത രംഗങ്ങളിലും ഇത് വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അവസാനമായിട്ട് ഈ പുതിയ തലമുറ കക്ഷി രാഷ്ട്രീയത്തിൽ വിശ്വാസം കുറയുന്നു നമ്മളിങ്ങനെ ആക്ഷേപിക്കുമ്പോൾ, മനസാക്ഷിയുള്ള കുട്ടികൾ, നല്ല വിദ്യാഭ്യാസവും വിവരവും ഒക്കെയുള്ള മക്കളാണ് നമ്മുടെ മക്കൾ. അതെ, അവർ ഈ കക്ഷി രാഷ്ട്രീയം നോക്കിയിട്ട് അവിടെ ചേരണം, UDF വേണോ LDF വേണോ എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് അവർ കക്ഷി രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുക? അല്ല, അവരിതിന് വിശ്വസിക്കാത്തതിന്റെ കാരണം അതാണ്. ഇപ്പൊ നമ്മൾ ബീഹാറിലടക്കമുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ കാണുന്നത് യുവജനങ്ങളുടെ പ്രതികരണമാണ് ശക്തമായിട്ട് വന്നിരിക്കുന്നത്. സ്ത്രീകളുടെ പ്രതികരണമാണ്, വീട്ടിൽ താമസിക്കുന്നവരുടെ വീട്ടമ്മമാരുടെ പ്രതികരണമാണ് വന്നിരിക്കുന്നത്. അവർക്ക് ഒരിക്കലും ഇത്തരത്തിൽ അഴിമതിയിൽ കൂടെ നിൽക്കാൻ സാധ്യമല്ല. അവർക്ക് ഈ UDFന്റെ പിന്തുണയോ LDFന്റെ പിന്തുണയോ ഇന്ന് രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയോ കിട്ടിയിട്ട് വേണം നിർബന്ധമൊന്നുമില്ല. അപ്പൊ അവരെ സംബന്ധിച്ച് സത്യസന്ധമായിട്ടുള്ള ആണെന്ന് തോന്നുന്ന രീതിയിൽ കാര്യങ്ങളായിട്ട് അവർ മുമ്പോട്ട് പോകും. അങ്ങനെ മുമ്പോട്ട് പോകുന്നതിന് ഭാഗമായിട്ടാണ് കേരളത്തിലെ യുവജനങ്ങൾ കേരളത്തിൽ രാഷ്ട്രീയത്തിൽ നിന്ന് മാറിയിരിക്കുകയാണ്. ആകെ രാഷ്ട്രീയത്തിൽ അവശേഷിക്കുന്ന ഒരു ആർഷോ പാരമ്പര്യക്കാരാണുള്ളത്. ബാക്കിയുള്ളവരാരും രാഷ്ട്രീയത്തിലില്ല. അപ്പൊ അങ്ങനെ കേരളത്തിലെ മിക്കവാറും രാഷ്ട്രീയ രംഗത്തു നിന്നും സാമൂഹ്യ രംഗത്തു നിന്നും ഒക്കെ യുവാക്കളെ അവര് പുറന്തള്ളുന്ന കാര്യത്തിൽ ഈ പറയുന്ന സാമൂഹ്യ രാഷ്ട്രീയ പാർട്ടികൾ വലിയ ഇടതുപക്ഷ മുന്നണിയിലെ വീരകേസരികൾ, വേണ്ടതിനും വേണ്ടാത്തതിനും ബഹളം വെക്കുന്ന CPI പോലും, CPIയോ ഇനിയിപ്പോൾ CPMനകത്ത് തന്നെ സൈദ്ധാന്തികനായ MV ഗോവിന്ദൻ മാഷോ ആരെങ്കിലും പാർട്ടി നേതാക്കളെങ്കിലും ഇത് രാഷ്ട്രീയമായിട്ട് ഉന്നയിക്കണ്ടേ? ഭരണകൂടം വേറെയാണ്, പാർട്ടി വേറെയാണെന്നൊക്കെ പറയുമല്ലോ, അവരും ഉന്നയിച്ച് കാണുന്നില്ല. അല്ല, അങ്ങനെ നമ്മളിപ്പോൾ ഒരു സൈദ്ധാന്തികനാണെന്ന് ധരിക്കുന്നതിൻ്റെ പേരിലുള്ള പ്രശ്നമാണത്. എനിക്ക് ഗോവിന്ദൻ മാഷ് സൈദ്ധാന്തികനാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഗോവിന്ദൻ മാഷായിട്ട് യഥാർത്ഥമായിട്ട് സംസാരിക്കുന്ന ഒരാൾക്ക്, സാമാന്യ വിവരമുള്ള ഒരാളെന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഒരു സൈദ്ധാന്തി, ഇപ്പോൾ നമ്മൾ P. ഗോവിന്ദപിള്ള സാറിനോട് സംസാരിച്ചിരുന്ന പോലെയോ അല്ലെങ്കിൽ EMSനെ കണ്ട സമയത്ത് അദ്ദേഹത്തോട് സംസാരിക്കുന്ന പോലെ സൈദ്ധാന്തികത്വമൊന്നും ഇദ്ദേഹത്തിൽ എനിക്ക് ആരോപിക്കാൻ സാധ്യമല്ല. സാധാരണ രാഷ്ട്രീയക്കാരനുള്ള സാമാന്യ ബോധം പോലും കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനേക്കാൾ വളരെ, അല്ലെങ്കിൽ പുള്ളി ഈ അപ്പക്കച്ചവടത്തിന്റെ കാര്യം പറയില്ലല്ലോ. ഈ മണ്ടത്തരം പറയുന്ന ഒരു സൈദ്ധാന്തികം എന്നുള്ളതിന്റെ അപ്പുറത്ത് ഒരു മണ്ടേശ്വരൻ എന്ന് പറയുന്നതാണ് കുറെ കൂടി ശരി എനിക്ക് തോന്നിയിട്ടുണ്ട്. പിണറായി വിജയന്റെ ഓട്ടോക്രസി കുറെ കൂടി എല്ലാ അർത്ഥത്തിലും, നല്ലതിനാണെങ്കിൽ ഇപ്പോൾ പാർട്ടിക്ക് വേണ്ടിയാണെങ്കിൽ കൊള്ളാമായിരുന്നു, എതിരാളികൾക്ക് വേണ്ടി പോലും പിണറായി വിജയന്റെ തിട്ടൂരത്തിനെതിരെ ഒരക്ഷരം മിണ്ടാൻ ആളില്ലാത്ത വിധം ദയനീയമായിരിക്കുന്നു. അങ്ങനെ കേരളത്തിന്റെ രാഷ്ട്രീയ രംഗം അങ്ങനെ തന്നെ ആയിക്കഴിഞ്ഞു. ഇതെനിക്കൊന്ന് കേരളം ഒരു വലിയൊരു മാറ്റത്തിന്റെ വഴിത്താരയിലാണ് ഇപ്പോൾ നിലവിലിരിക്കുന്നത്. ഈ വഴിയിൽ നിന്ന് കേരളത്തിന് വലിയൊരു മാറ്റത്തിന് സാധ്യതയുണ്ട്. കാരണം പതനം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഇന്ത്യ ചരിത്രത്തിൽ പറയുന്ന 1890കളിൽ, അതായത് 18ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്ന് വിദേശത്ത് പഠിക്കാൻ വേണ്ടി ചെറുപ്പക്കാർ പോയിരുന്നത്. 19ാം നൂറ്റാണ്ടിന്റെ ദക്ഷിണാർത്ഥത്തിലും 18ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം പിന്നെ വലിയ മാറ്റം വന്നു. പിന്നെ ഇപ്പോഴാണ് വീണ്ടും മാറിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഒരു വലിയൊരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കേളികൊട്ടാണെന്നാണ് ഞാൻ ഇതിനെക്കുറിച്ച് എൻ്റെ വിലയിരുത്തൽ. ശരിക്കതാണ്. മാറും, തീർച്ചയായിട്ടും മാറും. കേരളം മാറാതിരിക്കാൻ കേരളത്തിന് സാധ്യമേ അല്ല. കേരളം ദേശീയ ധാരയുടെ വഴിത്താരയിലേക്ക് തന്നെ കേരളം നടന്നെടുക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.